ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്യൂബിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഫ്രീ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ ആദ്യത്തെ വീഡിയോയും കൊണ്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഒരുപാട് പേര് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇന്ന് തൊട്ട് നമ്മളെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ മാക്സിമം ഞാൻ ആഴ്ചയിൽ 1-2 വീഡിയോസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മൾ പറയുന്ന മെത്തേഡിൽ ഫോളോ ചെയ്തിട്ട് സ്റ്റിച്ചിങ് പഠിക്കുക കേട്ടോ. അപ്പം ഒട്ടും സ്റ്റിച്ചിങ് അറിയാത്ത ആൾക്കാർക്കും പഠിക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബേസിക്കായിട്ട് ഒരു സ്റ്റിച്ചിങ് തുടങ്ങാൻ വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകും. ഒരുപാട് ഐറ്റംസ് നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് ആവശ്യമാണ്. കാരണം നമുക്കറിയാമല്ലോ, ലേസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് ഒരുപാട് ഐറ്റംസ്. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഏതൊക്കെ നോക്കാം. അപ്പം നമുക്ക് ആദ്യം വേണ്ടത് ടാപ്പാണ്, മെഷറിംഗ് ടാപ്പ്. ഈ ഒരു മെഷറിംഗ് ടാപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഇഞ്ചസ് അളവ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ മറ്റേ സൈഡിലായിട്ട് സെൻറ്റിമീറ്ററിൽ മെഷർമെൻറ്റും കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ടാപ്പ് വാങ്ങുന്ന സമയത്ത് ഇതുപോലെ മെഷർമെൻറ്റ് വരുന്ന ഇഞ്ചസ് അളവും സെൻറ്റിമീറ്റർ അളവും വരുന്ന ടാപ്പ് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. പിന്നെ ഒരു ടാപ്പ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടാപ്പാണ്. കുറച്ച് വില കുറഞ്ഞ ടൈപ്പ് നിങ്ങൾ പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടാപ്പ് തന്നെ നോക്കുക. കാരണം നമുക്കിത് ലൈഫ് ലോങ്, അതായത് സ്റ്റിച്ചിങ് എത്രത്തോളം കാലം നമ്മൾ ചെയ്യുന്ന അത്രത്തോളം കാലം നമുക്ക് ആവശ്യമുള്ളൊരു സാധനമാണ് ഈ ഒരു ടാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഒരു ടാപ്പ് നിങ്ങൾ വാങ്ങി വെക്കാം. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് നല്ലൊരു കത്രികയാണ്. ഇന്ന് ഞാനിപ്പോൾ റീസെൻ്റായിട്ട് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കത്രികയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കത്രികയുടെ ഹാൻഡിൽ എന്ന് പറയുന്നത് റബ്ബർ മെറ്റീരിയലാണ്. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല ഷാർപ്പാണ്. അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം ഇത് ഹാൻഡിൽ കയ്യിൽ പിടിക്കാൻ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഇതിന് മുമ്പ് ഞാൻ പർച്ചേസ് ചെയ്ത കത്രിക എന്ന് പറഞ്ഞാൽ കുറച്ച് ഭയങ്കര ഹെവി ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം അത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കത്രിക എനിക്ക് നല്ല സുഖമാട്ടോ. പിന്നെ ഇത് നിങ്ങൾ കത്രിക വാങ്ങുന്ന സമയത്ത്, ഏത് കത്രികയാണെങ്കിൽ വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ എഡ്ജസ് ആണ്. അതായത് അതിൻ്റെ അറ്റം ഷാർപ്പായിട്ട്, അതായത് കൂർത്ത രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ചിലപ്പോൾ ചില കത്രികയുടെ അറ്റം പൊട്ടിപ്പോകാറുണ്ട്. അങ്ങനെ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇങ്ങനെ നമുക്ക് ആ ഒരു ഫ്ലോയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ കത്രിക തന്നെ നമുക്ക് വേറൊരു കത്രികയും കൂടി വേണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ പാറ്റേൺസ് ഉണ്ടാക്കുന്ന സമയത്ത് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യാൻവാസിലൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേറൊരു കത്രിക ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ചെറിയൊരു കത്രിക ഉപയോഗിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ത്രെഡ് കട്ടർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നൂല് കട്ട് ചെയ്യാൻ വേണ്ടിയില്ല. അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ അതിന് പകരം ഞാൻ ഈ ഒരു കത്രികയാണ് ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ടും അതുപോലെ പേപ്പർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേ സെയിം കത്രിക തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ തുണി വെട്ടുന്ന കത്രിക കൊണ്ട് എന്ത് വെട്ടാൻ പാടില്ല, പേപ്പർ കട്ട് ചെയ്യരുത്. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കത്രിക പെട്ടെന്ന് തന്നെ അതിന് മൂർച്ച പോവുകയും ചെയ്യും. നമുക്കത് കുറച്ച് അധികം ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, 2 കത്രിക എന്തായാലും തുണി കട്ട് ചെയ്യാനും അതുപോലെ പേപ്പർ കട്ട് ചെയ്യാനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കരുതി വെക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഇനി വീഡിയോസ് ഇടുന്ന സമയത്ത് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് സ്കെയിലാണ്. അപ്പോൾ സ്കെയിൽ ഞാനിപ്പോൾ ഇവിടെ എടുത്തുള്ള 1 മീറ്റർ വലുപ്പം വരുന്ന ഒരു സ്കെയിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഈ ഒരു സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇഞ്ചസ് അളവും അതുപോലെ തന്നെ സെൻറ്റിമീറ്റർ അളവും കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ ഒരു സ്കെയിൽ നിങ്ങളൊരു 2 സ്കെയിൽ നിങ്ങളെ കയ്യിൽ കരുതുക. അതായത് ഒരു വലിയ സ്കെയിലും ഒരു ചെറിയ സ്കെയിലും, ഒരു 30 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്കെയിലും നിങ്ങൾ കയ്യിൽ കരുതി വെക്കാം. കാരണം നമുക്ക് എപ്പോഴും ഈ വലിയ സ്കെയിൽ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഒരു ചെറിയ സ്കെയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി നല്ലതായിരിക്കും. ഓക്കെ, ഇനി ഈ സ്കെയിലിൽ തന്നെ നിങ്ങൾക്ക് പല ഐറ്റം സ്കെയിലുകൾ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ വേറൊക്കെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈലറിംഗ് ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് അവരുടെ കയ്യിൽ പല ഷേപ്പിൽ വരുന്ന സ്കെയിലുകൾ ഉണ്ടാവും. അതായത് നമ്മുടെ ഹിപ്പ് കർവ് വരയ്ക്കാനുള്ള സ്കെയിൽ ഉണ്ടാവും. അതുപോലെ കാലിന് നമ്മൾ പാൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് കാലിന് വേണ്ടിയിട്ടുള്ള സ്കെയിൽ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്കെയിലുകളുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്കതൊന്നും ആവശ്യമില്ല. നമ്മൾ സ്റ്റിച്ചിങ്ങൊക്കെ പഠിച്ച് കഴിഞ്ഞ് കുറച്ച് അത്യാവശ്യം അങ്ങ് എത്തിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അത്തരത്തിലുള്ള സ്കെയിലുകളൊക്കെ വാങ്ങിയാൽ മതി. ഇപ്പോൾ തൽക്കാലത്തിന് നിങ്ങൾ 2 സ്കെയിലുകൾ കയ്യിൽ വെക്കുക. ഒന്നൊരു വലിയ സ്കെയിലും ഒന്ന് ചെറിയ സ്കെയിലും. ഇനി വേറൊരു സ്കെയിലുണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സ്കെയിലാണ് ഫ്രഞ്ച് കർവ് എന്ന് പറയുന്ന ഈ ഒരു സ്കെയിൽ. നമ്മൾ ആം ഹോൾ വരക്കാനും അതുപോലെ നെക്കൊക്കെ വരക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇതെന്തായാലും നിങ്ങളെ കയ്യിലൊന്ന് കരുതി വെച്ചു. കാരണം ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് അത്യാവശ്യം കേൾക്കുന്നുണ്ട്, മോളുടെ വോയിസ് ഒക്കെ കേൾക്കുന്നുണ്ടാകും. അപ്പോൾ അവളുടെ കൂടെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്കെയിലിൻ്റെ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇലാസ്റ്റിക്കാണ് വേണ്ടത്. ഇപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് 1 ഇഞ്ച് ഇലാസ്റ്റിക്കാണ്. ഇലാസ്റ്റിക്കിന് പല സൈസിൽ വരുന്നതുണ്ട്. 1/2 ഇഞ്ചിനുണ്ട്, 1/4 ഇഞ്ചിനുണ്ട്, 1 ഇഞ്ച്, 2 ഇഞ്ച്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല സൈസിൽ വരുന്ന ഇലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈസിൽ ഇലാസ്റ്റിക് നിങ്ങൾ കയ്യിൽ കരുതിക്കോ. കാരണം നമ്മൾ സ്കേർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത്, പാൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഇലാസ്റ്റിക്കിൻ്റെ ആവശ്യം വരും. ഓക്കെ,
അത് മാറ്റി വെച്ചു. ഇനി നമുക്ക് നൂലാണ് വേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ നൂല് വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയെടുക്കാം, ഇല്ലെങ്കിൽ ഒരു ബോക്സ് ആയിട്ടും നമുക്ക് വാങ്ങിക്കാൻ പറ്റും. കണ്ടല്ലോ, അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ, നൂലുകളൊക്കെ അത്യാവശ്യം പല കളറിലുള്ള നൂലുകൾ നിങ്ങൾ വാങ്ങി വെച്ചാൽ നമ്മൾ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള കളറിൽ വരുന്ന നൂലുകൾ ഇതുപോലെ ബോക്സ് ആയിട്ടോ അല്ലാതെ തന്നെ നിങ്ങൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല കമ്പനിയുടെ നൂല് നോക്കിയിട്ട് വാങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ നൂലിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് മാർക്കിംഗ് ചോക്കയാണ്. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന മാർക്കിംഗ് ചോക്ക എന്ന് പറയുന്നത്. പല കളറിൽ, ഇതിന് തന്നെ പല കളറിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഈ ചോക്കിൽ തന്നെ പല ടൈപ്പ് ചോക്കുകളുണ്ട്. അതുപോലെ വാക്സ് ടൈപ്പ് ഉണ്ട്, അതുപോലെ പെൻ ടൈപ്പ് വരുന്നതുണ്ട്, പെൻസിൽ ടൈപ്പ് വരുന്നത്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് തൽക്കാലം ഇത് മതി. നമ്മൾ സ്റ്റിച്ചിങ് പഠിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ അത്തരത്തിലുള്ള വലിയ വലിയ മോഡലിലുള്ള പുതിയ റീസെൻ്റ് ആയിട്ടുള്ള വരുന്ന സംഭവങ്ങളൊക്കെ വാങ്ങി വെച്ചാൽ മതി. ഇപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ചോക്ക് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലൂടെ കരുതി വെച്ചോ. 1, 2, 3 ചോക്ക നിങ്ങൾ വാങ്ങി വെച്ചോ. കാരണം ഇത് പൊട്ടി പോകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കളറിലുള്ള ഏതെങ്കിലും ചോക്ക നിങ്ങൾ വാങ്ങി വെക്കാം. ഓക്കെ, അപ്പോൾ അതായത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സൂചിയാണ്. അപ്പോൾ സൂചി വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏത് ടൈപ്പ് മെഷീനാണ് ഉപയോഗിക്കുന്നത് ആ മെഷീന് സ്യൂട്ടായിട്ടുള്ള സൂചി തന്നെ വാങ്ങുക. അതായത് ചില ആൾക്കാർ പെഡൽ ടൈപ്പ്, അതായത് ചവിട്ടുന്ന മെഷീനായിരിക്കും, ചില ആൾക്കാർ ഫാഷൻ മേക്കർ ആയിരിക്കും, ചില ആൾക്കാർ ഹൈ സ്പീഡ്, അങ്ങനെ പലതരത്തിലുള്ള മെഷീനാണ്. അപ്പോൾ നമ്മൾ ഏതാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള സൂചി തന്നെ ചോദിച്ചിട്ട് വാങ്ങാം. പിന്നെ ഈ ബോബിൻസ്, ഗേസ്, ഇതൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് മെഷീൻ്റെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. പിന്നെ നിങ്ങളുടെ കയ്യിലൊരു കാൽക്കുലേറ്റർ ഉണ്ടാകുന്ന നന്നായിരിക്കും. കാരണം നമ്മളെല്ലാം മെഷർമെൻറ്റുകൾ എടുക്കുന്ന സമയത്ത് അത് ഡിവൈഡ് ചെയ്യാനും അതിനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കൊരു കാൽക്കുലേറ്റർ വേണം. കാൽക്കുലേറ്റർ ഇല്ല എന്നുള്ള കുഴപ്പമില്ല, കാരണം നമ്മളെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, മൊബൈൽ ഫോൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ കാൽക്കുലേറ്റർ മതി. ഇപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് എനിക്കൊരു കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ കാൽക്കുലേറ്റർ വെച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു അത്യാവശ്യമായിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ, ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വസ്തു നോക്കാം. അതായത് നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ത്രെഡ്. പൈപ്പിംഗ് ചെയ്യാനും നെക്കിൽ പൈപ്പിംഗ് ചെയ്യാനും കയ്യിലും ഒക്കെ പൈപ്പിംഗ് ചെയ്യാനും നമുക്കിത് ആവശ്യമായിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു ബണ്ടിൽ റോളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നിങ്ങൾ റോളായിട്ടുള്ളത് വാങ്ങി വെച്ചോ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ക്യാൻവാസാണ്. അപ്പോൾ ഈ ക്യാൻവാസ്, പേപ്പർ ക്യാൻവാസ് നമ്മുടെ നെക്കിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ പാൻറ്റിൻ്റെ താഴെവശം നമുക്ക് ക്യാൻവാസിൽ കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതുപോലെ പാൻറ്റിൻ്റെ ബെൽറ്റിനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവാസ് അത്യാവശ്യമാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സാധനം ഉണ്ട്. അതാണ് ഒരു നോട്ട്ബുക്ക്. കാരണം നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട്ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല, ഇനി നിങ്ങൾ ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന സമയത്തൊക്കെ മെഷർമെൻറ്റുകളൊക്കെ എഴുതി വെക്കാൻ നമുക്ക് നോട്ട്ബുക്ക് വേണമല്ലോ. കാരണം നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റേത് മാത്രം എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എഴുതി വെക്കാൻ നിങ്ങൾ എന്തായാലും ഒരു നോട്ട്ബുക്ക് നിങ്ങളുടെ കയ്യിൽ കരുതി വെക്കുക. നോട്ട്ബുക്ക് മാത്രം പോലെ ഒരു പെന്നും. കാരണം നമ്മൾ ഈ നോട്ട്ബുക്ക് നമ്മളെ കയ്യിൽ വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഈ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പെന്ന് തപ്പിത്തരം നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പെന്നും അതുപോലെ തന്നെ ഒരു ഡയഗ്രാം വരയ്ക്കാൻ ഒരു പെൻസിലോ ഒരു നോട്ട്ബുക്കും നിങ്ങൾ എന്തായാലും നിങ്ങളെ കയ്യിൽ അവിടെ കരുതി വെക്കുക കേട്ടോ. അതിൻ്റെ കാര്യത്തിൽ ഒരു എക്സ്ക്യൂസ് ഇല്ല, എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി എനിക്കൊരു സാധനം കൂടി പരിചയപ്പെടുത്തരാം. ഇതാണ് നമ്മുടെ ലൂപ്പ് ടേണർ എന്ന് പറഞ്ഞ സംഭവം. ഇത് കഴിഞ്ഞൊരു വീഡിയോ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഒരുപാട് പേര് ആൾക്കാർ ഇതിന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവിടുന്ന് പർച്ചേസ് എത്രയാണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കമൻറ്റ് ബോക്സിൽ നമുക്ക് ലിങ്ക് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ അതിൽ കൊടുക്കാത്തത്. ഇപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സംഭവങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബേസിക്കായിട്ടുള്ള ഒരുവിധം എല്ലാ സാധനങ്ങളും ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു വീഡിയോയിലും ആരും പറയാത്തൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറേജ് ബോക്സ്. കാരണം ഈ ഒരു സാധനത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. കാരണം നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇട്ട് വെക്കാൻ നമുക്കൊരു പെട്ടി വേണം. ആ ഒരു പെട്ടിയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുള്ളത്. ഇത് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. 180 രൂപയ്ക്ക് അങ്ങനെ 3 ബോക്സ് ഇതുപോലെ ഒരു മീഡിയം സൈസ് വരുന്ന ബോക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്കിതിൽ ഉൾപ്പെടുത്താം. പിന്നെ ഞാൻ സാധനം വിട്ടുപോയി, അതാണ് നമ്മുടെ സീം റിപ്പർ. അതായത് നമുക്ക് തുന്നയിക്കാനും ഒക്കെ അടിച്ചതൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമായിട്ട് ഈ സീം റിപ്പർ എന്ന് പറയുന്നത്. അത് എൻ്റെ കയ്യിൽ ഓൾറെഡി നമുക്കൊന്നും ഉണ്ടായിരുന്നു. ഇത് കാരണം നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള സംഭവമാണിത്. പക്ഷേ അതിൻ്റെ കൂടെ എൻഡിൽ വരുന്ന ആ റെഡ് കളർ സംഭവം ഉണ്ടല്ലോ, അത് മറ്റതിൽ ഇല്ലായിരുന്നു, അത് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒന്ന് വാങ്ങിയതാണ് ഈ ഒരു സീം റിപ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ക്ലോത്തൊന്നും ഡാമേജ് ആവില്ല. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു സീം റിപ്പർ നിങ്ങളെ കയ്യിലുണ്ടാകുന്നത് നന്നായിരിക്കും. ഇതൊക്കെ കുറഞ്ഞ വിലയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവം കേട്ടോ.
ഇതെല്ലാം ഇട്ട് വെക്കാൻ നമുക്കൊരു ബോക്സ് അത്യാവശ്യമാണ്. കാരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നമുക്ക് എപ്പോഴും അത് കിട്ടുന്ന സ്ഥലത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമാണ്. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് എണീച്ച് പോവാം വരിക ഇരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ബോറായിട്ടുള്ളൊരു കാര്യമായിരിക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അത്യാവശ്യം വളരെ വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുന്നതിന് കൂടെ, അതായത് നിങ്ങൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓരോ പുതിയ പുതിയ ഐറ്റംസ് പരിചയപ്പെടുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്കത് പർച്ചേസ് ചെയ്യുകയും ചെയ്യാം. നമ്മൾ ഒരുമിച്ച് എല്ലാം കൂടി പർച്ചേസ് ചെയ്ത് വെക്കുന്ന ഒരു ആവേശത്തിൽ നമ്മളെല്ലാം കൂടി പർച്ചേസ് ചെയ്ത് വെക്കും. പിന്നെ നമ്മളത് ഉപയോഗിക്കില്ല. പിന്നെ ചില ആൾക്കാർ ഒരു ഹാഫിൽ കുറച്ച് കണ്ടതിന് ശേഷം പകുതി വിട്ട് പോവുകയും ചെയ്യും. അങ്ങനത്തെ ആൾക്കാർക്ക് ഇപ്പോൾ അത് വേസ്റ്റായി പോകേണ്ട അവസ്ഥ ഉണ്ടാവാറ്. അപ്പോൾ അതിനേക്കാൾ നല്ലത് നമ്മൾ ബേസിക്കായിട്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങി വെച്ചിട്ട് പിന്നെ നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് അഡീഷണലായിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഒരു കാര്യം പറയട്ടെ, ചിലപ്പോൾ എൻ്റെ വോയിസ്, അതായത് ഞാൻ സംസാരിക്കുന്നത് കുറച്ച് സ്പീഡ് കൂടുതലായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ അധികം ലോങ് ആയി പോകാനും പാടില്ല, നിങ്ങൾക്ക് ബോറാകാനും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡായിട്ട് കൂടുതലായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ സെറ്റിങ്സിൽ നിങ്ങൾ മുകളിലൊരു സെറ്റിങ്സിൻ്റെ ഇത് കാണുന്നുണ്ടല്ലോ, അതിൽ നമുക്ക് നമ്മുടെ വീഡിയോയുടെ സ്പീഡ് കുറക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 1 ഉള്ളത് 0.75, 0.125 അങ്ങനെയൊക്കെ ആക്കി വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സ്പീഡ് കുറച്ചിട്ട് നിങ്ങൾ അതായത് സ്പീഡ് കൂടുതലാണ് എന്ന് തോന്നുന്നവർക്കുള്ള ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇനി മെല്ലെ സാവധാനം പറയാം. അത് നമ്മൾ അടുത്ത വീഡിയോ തൊട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച്